പലപ്പോഴും വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ കുക്കീസുകൾ നമ്മുടെ ഫോണുകൾക്ക് വളരെ അപകടമായി തീരാറുണ്ട്. നമ്മൾ ഡാറ്റകൾ ഉപയോഗിക്കുമ്പോൾ അത് കുക്കീസായി സേവ് ചെയ്യപ്പെടുന്നു. ഈ കുക്കീസുകളാണ് നമ്മളെ ഹൈഡ് അവർക്ക് പെട്ടെന്ന് നമ്മുടെ ഫോണ് ഹൈഡ് ചെയ്യുവാൻ വളരെ ഉപകാരമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള കുക്കീസുകൾ നമ്മൾ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏതൊരു വെബ്സൈറ്റിൽ കയറിയാലും അത് സംബന്ധമായ പരസ്യങ്ങൾ വരുന്നതിനും കാരണം ഈ കുക്കീസുകൾ തന്നെയാണ്. എന്നാൽ അതെങ്ങനെ ഒഴിവാക്കാമെന്ന് വ്യക്തമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാനിത് ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെയുള്ള ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും. ആ കുക്കീസുകളൊക്കെ ഇവിടെ സേവ് ആയി കിടപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് കൃത്യമായി ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. അതിനു വേണ്ടി അവിടെ നേരെ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. കണക്ഷൻ ഈസ് സെക്യൂർ, കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ, പെർമിഷൻ എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തേർഡ് പാർട്ടി സൈനിങ് ബ്ലോക്കഡ്, ഞാൻ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തതാണ്. നിങ്ങൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കൂ. അതുകൂടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വെബ്സൈറ്റുമായിട്ടുള്ള ഡാറ്റകൾ ഇതിൽ വരും. അതെവിടെയാണെന്ന് കാണിച്ചു തരാം. കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ 155 KB ഇപ്പോൾ അവിടെ ആഡായിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാനത് ഡിലീറ്റ് ചെയ്തു. ഇതുണ്ടോ തേർഡ് പാർട്ട്, ഞാൻ നേരത്തെ തന്നെ അത് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിങ്ങനെ ബ്ലോക്ക് ആയിട്ടില്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഓഫാക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ഡാറ്റകൾ ഇവിടെ തന്നെയുണ്ട്. അതെങ്ങനെ കളയാമെന്നും കൂടെ കാണിച്ചു തരാം. ആ കുക്കീസുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ കാണിച്ചു തരാം. അതിനുവേണ്ടി നേരെ മുകളിൽ 3 ഡോട്ട്സ് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. നേരെ താഴെ വരിക. അവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴോട്ട് വരിക. അവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ വീണ്ടും കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നേരെ മുകളിൽ കാണുന്ന ഓൾ സൈറ്റ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ കുക്കീസുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൂർണ്ണമായും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ മുകളിൽ കിടക്കുന്ന കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ താഴെ കാണുന്ന ഡിലീറ്റ് ഡാറ്റ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതോടുകൂടി അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന കുക്കീസുകളെല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലും ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നേരെ താഴോട്ട് വരിക. കണ്ടോ ഡാറ്റ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇവിടെയും ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഫോണുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫോണുകൾ കുക്കീസ് ഉപയോഗിച്ച് ആർക്കും ഹൈഡ് ചെയ്യുവാൻ സാധിക്കില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.